ഹലോ ഗൈസ്, വെൽക്കം ടു ക്യൂട്ട് ബട്ടർഫ്ലൈസ്. സൗണ്ടിന് ഒക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട്, മഴക്കാലമാണ്. അപ്പം ഞാൻ ഷോർട്സിൽ പറഞ്ഞ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, ഞാൻ കുറച്ച് ജേർണൽ ചെയ്യാൻ അറിയാത്തവർക്ക് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ, അങ്ങനെ കുറേ പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജേർണൽ പോലത്തെ കുറച്ച് പേജസ്. ഇത് മുഴുവൻ ഒരു ജേർണലാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. വല്ല ഈ പേജ് ഫില്ലിങ്സിനൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇത് കുറച്ച് പേജസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പേജ് എബൌട്ട് മീ പേജ്. എബൌട്ട് മീ പേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അതൊക്കെ എഴുതി വയ്ക്കുക. എബൌട്ട് മീ, നമ്മളെക്കുറിച്ച്. ഇപ്പോൾ ഞാൻ ഇതുപോലെ കലണ്ടർ വരയ്ക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ വരച്ചിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുക. അതിൻ്റെ നേരെ എന്താണ് നമ്മുടെ മൈ ബർത്ത്ഡേ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ തിങ്സ് ഐ ലൈക്ക്, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെയാണ് നമുക്കിഷ്ടം. നമുക്ക് ചിലർക്ക് ഡാൻസ് ചെയ്യാനായിരിക്കും, വരയ്ക്കാനായിരിക്കും, ഓടാനായിരിക്കും, അങ്ങനെ. ഇത് ഞാൻ കുറേ കാലമായി ചെയ്ത് വെച്ചിട്ട്. ഇതൊരു പഴയ നോട്ട്ബുക്കാണ്, കണ്ടോ. പേജൊക്കെ ഇതായിട്ടുള്ളൊരു പഴയ എൻ്റെ ഡ്രോയിങ് ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ട് കിടന്നായിരുന്നു. ഇതെൻ്റെ ഒരു 4ാം ക്ലാസ്സിലത്തെ വേണമെങ്കിൽ എന്ന് പറയാം. ഓക്കെ, പിന്നെ നമുക്ക് തിങ്സ് ഐ ലൈക്ക്. പിന്നെ നമ്മൾ എഴുതേണ്ടത് ഫേവററ്റ് സോങ്സ്. നമുക്കിപ്പോൾ കുറേ സിനിമാ പാട്ടായിരിക്കാം, അല്ലെങ്കിൽ ക്ലാസിക് സോങ്സ് ആയിരിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട സോങ് ഒക്കെയാണ് ഞാൻ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആ കാലത്ത് മീൻസ് കഴിഞ്ഞ കൊല്ലമാണ് ഇത് എഴുതി. ബുക്കിന് കുറേ വർഷം പഴക്കമുണ്ട്. പിന്നെ മൈ ഫേവററ്റ് കളേഴ്സ് ഞാൻ എൻ്റെ എഫ് തട്ടത്ത് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. എൻ്റെ ഗൈസ് റാണി പിങ്ക്, ക്യൂട്ട് പിങ്ക്, ബ്ലൂ, യെല്ലോ, ഇതൊക്കെയാണ് എൻ്റെ ഇന്ന് റാണി പിങ്ക് മാത്രമാണ്. പിന്നെ പിങ്കിൽ എല്ലാ പിങ്കും ഇടയ്ക്കൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് ഡിസ്ലൈക്സ്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എഴുതുക. പിന്നെ ഫേവററ്റ് ഷോസ്, ഞാൻ RDX അന്നൊന്നും എന്താ പറയുക, ഈ തുടരും സംഭവങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഫേവററ്റ് RDX അങ്ങനെ ഉള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു. ബ്രോഡാഡി അതൊക്കെ. ബ്രോഡാഡി ഞാൻ ഇതിൽ എഴുതിയിട്ടില്ല. സെക്കൻഡ് പേജ് പ്ലേസസ് ഐ വാണ്ട് ടു ഗോ. എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട്. എനിക്ക് പോകാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങൾ ഒരു ലോഡുണ്ട് ഗൈസ്. വണ്ടർല, ബ്ലാക്ക് തണ്ടർ, ഡ്രീം വേൾഡ്, മറൈൻ വേൾഡ്, തമിഴ്നാട്. അങ്ങനെ തമിഴ്നാട് പോയിട്ടുണ്ട്, ഞാൻ ബീച്ചിൽ പോയിട്ടുണ്ട്. ആകെ 2 സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുള്ളൂ ഗൈസ്. അങ്ങനെ ഒരു പേജ്. സെക്കൻഡ് പേജ് ഫ്യൂച്ചർ മീ. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി, ഇപ്പോൾ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ, ആ ഒരു ചിത്രം വരയ്ക്കുക. ഞാനിത് ഈ ഒരു ചിത്രം ഞാനത് പിൻട്രസ്റ്റിൽ നിന്ന് വരച്ച് നോക്കിയതാണ്. പേഴ്സണാലിറ്റി, സോറി ഗൈസ്, മങ്ങുന്നുണ്ട്. കണ്ണ് മങ്ങല്ല കേട്ടോ, ക്യാമറ മങ്ങിയതാണ്. പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് പേഴ്സണായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ, കോൺഫിഡൻസ്, പിന്നെന്താ പറയുക, കെയറിങ് ഓൾ, ഹെൽപ്പിംഗ് ഓൾ, എല്ലാവരെയും സഹായിക്കുക, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ. ഗുഡ് ഗേൾ, നല്ല കുട്ടിയായിട്ടിരിക്കുക, അങ്ങനെ. പിന്നെ ഡിസ്ക്രിപ്ഷൻ, ഐ ലീവ് ഇൻ എ ബിഗ് ഹൗസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് എഴുതി തുടങ്ങുക. എനിക്ക് എഴുതാൻ വലിയതൊന്നുമില്ല, അതുകൊണ്ട്. പിന്നെ തേർഡ് പേജ് പോസിറ്റീവ് നോട്ട്സ്. ഇത് 3rd പേജല്ലേ ഗൈസ്? ഒന്ന് ഫസ്റ്റ് പേജ്, സെക്കൻഡ് പേജ്, തേർഡ്, ഇത് 4th ഗൈസ്. 4th പേജ് പോസിറ്റീവ് നോട്ട്സ്. പോസിറ്റീവ് നോട്ട്സ് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് ഭയങ്കര വിഷമമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പോസിറ്റീവായിട്ട് ഇരിക്കുന്നൊക്കെയാണ്. ഇതിൽ പിൻട്രസ്റ്റിൽ ഇങ്ങനെയൊക്കെ അടിച്ചു കൊടുത്താൽ വരും. ഓക്കെ, ഇതുപോലെയുള്ള കുറച്ച് കോട്ട്സ് കിട്ടും. അതിനൊന്ന് കളർഫുള്ളാക്കാൻ വേണ്ടി ഇതുപോലെയൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യാം, അത്രേ ഉള്ളൂ. ദെൻ ലാസ്റ്റ് പേജ്
നമുക്ക് കുറച്ച് സെൽഫ് കെയറും കാര്യങ്ങളൊക്കെയാണ്. മോർണിംഗ് റൊട്ടീൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, നൈറ്റ് റൊട്ടീൻ, പിന്നെ വീക്ക്ലി റൊട്ടീൻ, അങ്ങനെ ബോഡി കെയർ, സെൽഫ് കെയർ, സ്കിൻ കെയർ, അങ്ങനെ നെയിൽ കെയർ, അങ്ങനെ ഒരുപാട് കെയറുകളുണ്ട്. അല്ല ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഡ്രോയിങ് ബുക്കാണ്. അതിൻ്റെ ചട്ടയൊക്കെ എവിടെയാണാവോ ഡ്രോയിങ് ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അലങ്കരിച്ചാണ്. ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ മിന്നാമിന്നി, കളിക്കുടുക്ക, പിൻട്രസ്റ്റ്, ഇതൊക്കെ നോക്കി വരയ്ക്കുന്നതാണ്. ഒരു തേനീച്ച, പിന്നെ ഇതൊരു ജോക്കറാണ് ഗൈസ്. പിന്നെ ഒരു ഫ്ലെവിങ്കോ. അന്നൊക്കെ ഫ്ലെവിങ്കോ പറഞ്ഞ എൻ്റെ ജീവനായിരുന്നു ഗൈസ്. പക്ഷേ ഇപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാൽ ഇഷ്ടമാണ്. പിന്നെ ഇത് ഏതൊരു 1ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലത്തെ ഒരു ചിത്രമായിരുന്നു. ഒക്കെ അന്ന് വെറുതെ ഇരുന്ന് ഇതൊക്കെ ഞാൻ വെക്കേഷനിൽ 5ാവുന്ന വെക്കേഷനിൽ ചെയ്തതാണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഇത് ഗൈസ് ഒരു ഡോളാണ്. ഇത് മിന്നാമിന്നിയാണ്. ഇത് റെയിൻബോ ആണ്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ ഇങ്ങനൊരു എന്താ പറയുക, ഒരു ഹോളോഗ്രാഫിക് പോലെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അത്രയ്ക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറച്ച് ആഗ്രഹത്തിന് ചെയ്തു. പിന്നെ ഒരു കപ്പ് കേക്ക്. ഇത് കളിക്കുടുക്ക ഗൈസ്, മിന്നാമിന്നിയല്ല. ഇത് കളിക്കുടുക്കയിലെ ഒരു ചിത്രകഥയുടെ ഒരു പോട്ടായിരുന്നു. അപ്പോൾ ഞാൻ പാർട്ട് ഓഫ് പിക്ചറായിരുന്നു. അപ്പോൾ ഞാൻ അതും വരച്ചു. പിന്നെ ഞാൻ കേക്ക് വരയ്ക്കാൻ നോക്കിയതാണ് ഗൈസ്, ബട്ട് ഫ്ലോപ്പായി. അങ്ങനെ പിന്നെ ഇതൊരു ടെഡി ബിയറാണ്. വെറുതെ വരച്ചിട്ടേ ഉള്ളൂ, കളർ കൊടുത്തിട്ടുള്ള. പിന്നെ ഗൈസ് ഇത് മറ്റേ 2 മുഖങ്ങൾ ആയിട്ട് വരയ്ക്കാൻ ട്രൈ ചെയ്തു, ബട്ട് ഫ്ലോപ്പായി. ഇത് ഗൈസ് ഞാനൊരു നല്ല ഒരു നൈറ്റ് ഡ്രോയിങ് ആക്കിയാണ്. ഞാൻ സ്വയം പേരിട്ടാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. ഇതൊക്കെ അന്ന് ഞാൻ കോളാക്കിയിട്ട് ബോറടിക്കുമ്പോഴൊക്കെ ഇരുന്ന് വരച്ചതാണ് ഗൈസ്. ഇത് ഇത് അപ്പുറത്തെ പെയിൻറ്റിങ് പടർന്നാണ് ഗൈസ്. ഇത് ഗൈസ് മൈ ഫേവററ്റ് പെയിൻറ്റിങ്. ഞാൻ ലാസ്റ്റായിട്ട് വാട്ടർ കളർ എൻ്റെ കയ്യിൽ ആദ്യം കിട്ടിയപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ള ഒരു പെയിൻറ്റിങ് ആയിരുന്നു അത്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ഒരു ബുക്ക്. ഓക്കെ, സത്യം പറഞ്ഞാൽ ഞാനിതിൽ എബൌട്ട് മീ പേജ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അത് കാണിക്കാൻ പറഞ്ഞതാണ്. പിന്നെ ആ പേജസൊക്കെ ഇതിൻ്റെ കൂടെ വന്നപ്പോൾ പിന്നെ കാണിക്കാണ്ടിരിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.